ഗൈസ്, ഞങ്ങൾ ഇന്ന് അടുത്തുള്ള ഒരു മാളിലേക്കാണ് പോകുന്നത്. വേറൊരു മാള് തപ്പി ഇറങ്ങിയ ഞങ്ങൾ വേറൊരു മാള് മാപ്പിൽ കണ്ടുപിടിച്ച് അങ്ങനെ അവിടേക്ക് പോവാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗ്ലാസ് ഇങ്ങനെ UV പ്രൊട്ടക്ഷൻ ആയതുകൊണ്ടാണ്. അത്രയും വെയിലായത് കൊണ്ടാണ് എൻ്റെ ഇതാണ്ട് കറുത്തിരിക്കുന്നുണ്ടോ. പണ്ടത്തെ സുകുമാരൻ ചേട്ടൻ്റെ പോലെ ഉണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് വഴി അറിയാത്തത് കൊണ്ട് ഞങ്ങൾ മാപ്പ് ഇട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ നോക്കിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു മുരുകൻ ടെമ്പിളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലെ ടെമ്പിൾസിൻ്റെയൊക്കെ ആ ഒരു ആർട്ട് വർക്ക് കാണാനൊക്കെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഊബറാണ് ബുക്ക് ചെയ്തത്. നോർമൽ നമ്മൾ ഓട്ടോ ചാർജ് ചോദിച്ചപ്പോൾ നല്ല റേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. അപ്പോൾ ഊബർ ചേട്ടൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ചായ ഒക്കെ കുടിക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ഞാൻ 1 മിനിറ്റിൽ വരുമെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് കുടിച്ചിട്ട് ഊബറിൽ കയറി. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മാളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വലിയ മാളായിരുന്നു. അപ്പോൾ കുറച്ച് കയറി കറങ്ങി എടുത്ത് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് എന്തായി എന്ന് നിങ്ങൾ ലാസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ മേടിച്ചോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എല്ലാമൊക്കെ എടുത്തു. പിന്നെ പട്ടി ഷോ കാണിക്കലാണല്ലോ മെയിൻ പരിപാടി. അപ്പോൾ അത് കാണിക്കലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ യാത്രകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളിതേ മാളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാളിൻ്റെ ഒരു ഔട്ട്ലുക്ക്. Time slows down when you're around. Feel the rhythm of our hearts pound. In the quiet we find a groove. Lost in love, no need to move. It's a love, no need to move. It's a lazy weekend, just you and me. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ മാളാണ് കേട്ടോ. ഒരു 4 ഫ്ലോറൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു 4-5 വരും ഫുഡ് കോർട്ടും കൂടി ചേർത്ത്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് വെറുതെ ഇങ്ങനെ കാണുക, AC-യിൽ കുറേ നേരം നിൽക്കാം എന്നുള്ള ഒരു തീരുമാനമാണ്. അങ്ങനെ ഞങ്ങൾ ഇതേണ്ട പോകുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഉണ്ട് കേട്ടോ. ഇവിടെ വെറുതെ നമ്മൾ ഡ്രസ്സുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് നോക്കാൻ പ്രൈസ് ടാഗ് കണ്ട് നെട്ടിത്തെറിച്ച് നിൽക്കുന്നല്ലേ അമൃത ജലജകുമാരി. 4000. വാ, 4000 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്തല്ലേ ഞാൻ. ഇതിലും നല്ലത് ഞാൻ മറ്റേ സരോജിനി നഗറിൽ പോകുന്നതായിരുന്നു. അതിന് പ്രൈസ് ടാഗ് നോക്കി 3500. വലിയ മാളുകൾ ആശ്ചര്യപ്പെട്ട് കയറിയപ്പോൾ ആലോചിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ നെക്സ്റ്റ് 2nd ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറിയിട്ട് ഒരു ഷോപ്പിൽ മാത്രമേ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ടോപ്പൊക്കെ കണ്ട് കയറിയതാണ്. പക്ഷേ അവിടുത്തെ വില കണ്ട് ഞങ്ങൾ ഞെട്ടി തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ 2nd ഫ്ലോറിൽ ഇതേ ട്രെൻഡ്സിലേക്ക് പോവാണ്. അപ്പോൾ ട്രെൻഡ്സിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ഓഫർ പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. 2 ടോപ്പ് ഒരു 500, 499 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 299 പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളെ കിഡ്സിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം നല്ല 600-നും 700-നൊക്കെ നല്ല ക്രോപ്പ് ടോപ്പും ജീൻസും കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പൈസയൊന്നും അത്യാവശ്യം കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ അവിടെ കിടക്കുന്ന ടോപ്സാണ്, ടോപ്പ് വൈറ്റിൻ്റെയൊക്കെ നല്ല കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാല് കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ താരമോള് പാൻറ്റ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അതും എടുത്തില്ല കേട്ടോ. നമ്മൾ അവിടെ തന്നെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടിപ്പുറത്ത് തന്നെയാണ് മാക്സ്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ടൊന്ന് നോക്കിയിട്ടൊക്കെ പോകാമെന്നാണ് കരുതിയത്. അങ്ങനെ ഞങ്ങൾ നേരെ വേണ്ട മാക്സിലേക്ക് പോവാണ്. അങ്ങനെ മാക്സിൽ ചെന്നപ്പോഴും അവിടെ അത്യാവശ്യം നല്ല ഓഫറിന് ടോപ്പൊക്കെ ഉണ്ടായിരുന്നു. 599 ആണെന്ന് തോന്നുന്നു. 2 ടോപ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളവിടെ നിന്ന് പക്ഷേ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മളങ്ങനെ പൈസയൊന്നും ആയിട്ടല്ല പോയത്. ചുമ്മാ നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. മാള് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതേണ്ട ബാഗിൻ്റെ സെക്ഷനൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി ഗൈസ്. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. I confess the rhythm takes over, no room to rest. My heart's dancing, it's a love conquest. Oh, the melody, it's smooth and sweet, like honey dripping from a golden bee. It's the soundtrack to my soul's heat, making me move from my head to my feet. My heartbeat, yeah, it's pumping so loud. It's the rhythm of love, baby.
baby, that I found when the music plays. I just can't help but sway. Nothing else matters. It's my heart that obeys. Lost in the sound, my worries fade. Every note, every chord, a serenade with each beat of the drum. My spirit's unchained in the symphony of love. I am unafraid, yeah. It's pumping so loud. It's the rhythm of love, baby, that I found when the music plays. I just can't help but sway. Nothing else matters. It's my heart that obeys. പിന്നെ അങ്ങനെ അതേണ്ട ഊബർ വന്ന് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ കറങ്ങി എനിക്ക് തോന്നുന്നു ഒരു 1.5 hour ആണെന്ന് തോന്നുന്നു നമ്മൾ എടുത്തത്. നമ്മൾ ജസ്റ്റ് എല്ലായിടും ഒന്ന് ഓടി നടന്ന് കണ്ട് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയെടുത്തു നിന്ന് തന്നെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഹോട്ടലിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ അമൃത അവിടെ ചത്ത് ചീഞ്ഞ് കിടക്കുകയാണ്, അവൾ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു മാളൊക്കെ? അടിപൊളി. ഞങ്ങൾ ജോലിയൊക്കെ കിട്ടിയിട്ട് ഒന്നും കൂടി വരുന്നതായിരിക്കും, വന്നിട്ട് മറയ്ക്കാൻ. ജോലി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ബെസ്റ്റാണ് മാള്. നല്ല ട്രെൻഡ്സിലൊക്കെ നല്ല വിലക്കുറവുണ്ടല്ലേ. കിഡ്സിൻ്റെ സെക്ഷനിലൊക്കെ അടിപൊളിയായിട്ട് ഡ്രസ്സും സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ടിൽ പോയപ്പോഴാണ് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയത്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നക്കികളാണെന്നല്ല, വി ആർ എ സ്റ്റുഡൻസ്, നമുക്ക് അധികം സേവിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ചീപ്പ് ഹോട്ടലല്ല, അത്യാവശ്യം ഒരു മാളിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയായിരിക്കും. 299 ഒക്കെ നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല ഇപ്പോൾ. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചത്. ഹോട്ടലിൽ കയറി ആദ്യം തന്നെ ഇലയൊക്കെ കൊണ്ടുവന്ന് ഒരു വടയും ചമ്മന്തിയും എല്ലാം കൊണ്ട് വിളമ്പിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു. പിന്നെ ഒരു പ്ലെയിൻ ദോശ പറഞ്ഞു. പ്ലെയിൻ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് അങ്ങനെ കുശാലായിട്ട് കഴിച്ചു. അതിന് ശേഷം ഒരു ചൂട് ചായയും കൂടി കുടിച്ചപ്പോഴത്തേക്കും സംഭവം കളറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു മോതിരമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോയായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. അങ്ങനെ നമ്മൾ അവസാനം അങ്ങനെ കറങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ ഹോസ്റ്റലിലേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.